ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മള് വളരെ പെട്ടെന്ന് ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താലോ. സോ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കാണുക. ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് വളരെ ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ കേട്ടോ. സോ മക്കളെ, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 4 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഒന്ന് എക്കണോമിക് സെക്ടേഴ്സ്, 2 നാഷണൽ ഇൻകം ദേശീയ വരുമാനം, 3 നോളജ് സെക്ടർ, 4 എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ തൊഴിൽ ഘടന. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചാൻസസ് ഉള്ള ഒരു ഭാഗം ഇതാണ്, രണ്ടാമത്തെ ഭാഗം ഇതാണ്, മൂന്നാമത്തെ ഭാഗം ഇതാണ്. ഈ ഒരു 3 ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എക്കണോമിക് സെക്ടർ എന്ന് പഠിക്കാം. നമ്മുടെ സമ്പദ്ഘടന എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 3 സെക്ടറുകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയും. അതിൽ പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മക്കളെ അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ കാർഷിക മേഖല എന്നും കൂടെ ഇതിനെ വിളിക്കുന്നുണ്ട്. അവിടെ കാർഷിക മേഖലയ്ക്ക് അഥവാ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും നാച്ചുറൽ റിസോഴ്സ് അഥവാ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് അതിനെ കാർഷിക മേഖല അഥവാ അഗ്രികൾച്ചർ സെക്ടർ എന്ന് വിളിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ സെക്ടറാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്ന ദ്വിതീയ മേഖല. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് മക്കളെ, വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് അഥവാ വ്യവസായശാലകൾ ഉണ്ടായത് കൊണ്ടാണ് അതിന് ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നത്. അതേസമയം ടേഴ്സറി സെക്ടർ എന്ന് പറയുന്ന തൃതീയ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവീസ് സെക്ടർ അഥവാ സേവന മേഖല. അവിടെ സേവനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ കൃഷി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, കൃഷി, മൈനിങ് അഥവാ ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖലയിൽ പറയാം. ദ്വിതീയ മേഖലയിലാണ് നമുക്ക് പറയാൻ പറ്റുക നമ്മളെ ഇലക്ട്രിസിറ്റി അഥവാ നമ്മൾ വൈദ്യുതി നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രികൾ, പുതിയ പുതിയ വ്യവസായശാലകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പറ്റുക. സേവന മേഖല സർവീസ് സെക്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെയും നമുക്ക് പറയാൻ പറ്റും. സോ അതിലാണ് നമ്മൾ ആദ്യത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്ന സമയത്ത് ഇസ് സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് കളക്ടഡ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെ വിളിക്കുന്ന പേരാണ് നമ്മുടെ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തില് ഒരു രാജ്യത്ത് മൊത്തമായിട്ട് നിർമ്മിക്കുന്ന എല്ലാ സാധനത്തിന്റെയും സേവനത്തിന്റെയും പ്രൈസ്, ആ ഒരു മണി വാല്യൂവിനെ വിളിക്കുന്ന പേരാണത് നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതൊരു നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ സമയത്ത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിലെന്ത് ചെയ്യുന്നു, നമ്മളെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഐഡന്റിഫൈ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. എക്കണോമിക് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് സെക്ടേഴ്സ് അഥവാ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ നമുക്ക് മനസ്സിലാക്കാം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, ഓരോ മേഖലയിൽ നിന്നുള്ള സംഭാവനകൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ ഹെൽപ്പ് ദ ഗവൺമെന്റ്. നമുക്ക് ആരെ സഹായിക്കാൻ പറ്റും, സർക്കാരിനെ അവരുടെ പുതിയ പുതിയ പ്ലാനുകളും പ്രൊജക്ടുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിനെ സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ കമ്പയർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും, രാജ്യങ്ങളുടെ സിറ്റുവേഷനുകളെല്ലാം താരതമ്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ ഐഡന്റിഫൈ ദ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കാൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. അതേസമയം ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്നത് 3 രീതികളിലാണുള്ളത്. അതിൽ ഒന്നാമത്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തെ ഇൻകം മെത്തേഡ് വരുമാന രീതി, മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി. അതിൽ നമ്മൾ ഒന്നാമത്തെ പറയുന്ന പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, പ്രാഥമികവും ദ്വിതീയവും തൃതീയം ഈ മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് വാല്യൂ കൂട്ടുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 + x2 + നമ്പർ ഓഫ് xn എന്ന് വെച്ചാൽ എത്ര സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളിൽ എല്ലാത്തിന്റെയും കൂടെ വാല്യൂ കൂട്ടുക, അതിന്റെ പണം കൂട്ടുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ. അതേസമയം നമ്മുടെ ഇൻകം മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതേസമയം ഇതിനെന്ത് ചെയ്യുന്നു, ഈ ലാൻഡിന് കിട്ടുന്ന അഥവാ ഭൂമിക്ക് കിട്ടുന്നതാണ് റെന്റ് എന്ന് പറയുന്നത്. അതേസമയം ലേബറിന് കിട്ടുന്നതാണ് അഥവാ തൊഴിലിന് കിട്ടുന്നതാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റലിന് കിട്ടുന്നതാണ്, നമ്മുടെ മൂലധനത്തിന് കിട്ടുന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയും, ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് കൊടുക്കുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതില് ഈ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെമ്യൂണറേഷൻസ് ഉണ്ടല്ലോ, ഉൽപാദക ഘടകങ്ങളുടെ പ്രതിഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രതിഫലങ്ങൾ അഥവാ ഈ പ്രതിഫലങ്ങളെല്ലാം കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്, അഥവാ റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ പ്ലസ് പി എന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വരുന്ന എല്ലാ ചെലവുകളും കൂട്ടുന്നതാണ്. ആ ചെലവുകൾ എന്ന് പറഞ്ഞ സമയത്ത് ഒന്നാമത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കും, അതാണ് സി എന്ന് പറഞ്ഞ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവ്. രണ്ടാമത് കുറച്ച് പൈസ നമ്മൾ എടുത്തു വെക്കുന്നു, അതാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് നിക്ഷേപ ചെലവ്. മൂന്നാമത്തെ ഗവൺമെന്റ് ഒരുപാട് ചെലവുകൾ രാജ്യത്ത് ഓരോ ജനങ്ങൾക്കും വേണ്ടി ചെയ്യുന്നുണ്ട്, അതാണ് ജി എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ചെലവ്. ഏറ്റവും അവസാനത്തെ എക്സ് മൈനസ് എം എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് അഥവാ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരിക്കും. അവിടെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് അതിന്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ എന്ത് ചെയ്യും പറയുന്നതാണ്. ഇനി അടുത്താണ് നാഷണൽ ഇൻകത്തിൽ ഒരു കാര്യമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികൾ. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം? മക്കളെ, പരിമിതികൾ ചോദിക്കുന്ന സമയത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അഥവാ കൃത്യമായ വിവരം നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ദർ ഇസ് ചാൻസസ് ഫോർ ഡബിൾ കൗണ്ടിങ് അഥവാ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്ത് ചെയ്യാം ഒരു സാധനത്തിന്റെ വില കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന സാധനങ്ങൾ ഇതിൽ നമ്മൾ കൂട്ടുന്നില്ല, സെൽഫ് കൺസംപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. അതുപോലെ തന്നെ നോൺ മോണിറ്ററി വാല്യൂ ഉള്ള അഥവാ പണം വാല്യൂ കൂട്ടാത്ത സാധനങ്ങൾ, പണത്തിന്റെ വാല്യൂ കണക്കാക്കാത്ത സാധനങ്ങൾ ദേശീയ വരുമാനത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഗാർഹിക ജോലി, നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിന് വരുന്നില്ല. ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ ഏറ്റവും അവസാനത്താണ്. നമ്മുടെ എംപ്ലോയ്മെന്റ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഓർഗനൈസ് സെക്ടറും അൺഓർഗനൈസ് സെക്ടറും അഥവാ സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള കമ്പാരിസൺ. ഓർഗനൈസ് സെക്ടറിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളായിരിക്കും ഉണ്ടാവും, രജിസ്റ്റേർഡ് ആണ്. അസംഘടിത മേഖല അൺഓർഗനൈസ് അൺരജിസ്റ്റേർഡ് ആണ്. ഇവിടെ തൊഴിലിന് എന്ത് ചെയ്യും, സ്ഥിരം തൊഴിലുണ്ടായിരിക്കും, പെർമനന്റ് ജോബ് ഉണ്ടായിരിക്കും. ഇവിടെ സ്ഥിരം തൊഴിൽ ഉണ്ടാവില്ല, പെർമനന്റ് ജോബ് ഉണ്ടാവില്ല, നോ അഷുറൻസ് ഓഫ് പെർമനന്റ് ജോബ്. ഇവിടെ താരതമ്യേന കൂടിയ സാലറി, ഹൈ സാലറി ഉണ്ടായിരിക്കും, ഇവിടെ ലോ സാലറി അഥവാ കുറഞ്ഞ ശമ്പളമായിരിക്കും ഉണ്ടായിരിക്കാം. ഇവിടെ തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകും, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, ഇവിടെ തൊഴിൽ സുരക്ഷ ഉണ്ടാവില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കൾ ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ 7:30 മെഗാ മാരത്തോൺ, ആ മാരത്തോണിൽ എല്ലാവരും ഉണ്ടായിരിക്കാം. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക. സോ എല്ലാവരും തന്നെ ആ മാരത്തോണിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനാ, പരീക്ഷകൾ A+ ഉറപ്പായിട്ട് നേടാം.